ഇവിടാണ് ഈ അടുത്ത ഇടയിൽ ജോ ബൈഡൻ ഇസ്രായേലിന് ഒരു സഹായവും നൽകുകയില്ല, ആയുധം സഹായം നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചപ്പം അവരുടെ പ്രതികരണം നാം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്താ പ്രതികരിച്ച്? നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അഹന്തയാണ്. നെതന്യാഹുവായി പറഞ്ഞു നോക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചില്ലേ, സൈന്യത്തെ മുഴുവൻ ഒന്നിച്ച് ചേർന്ന് നിർത്തിക്കൊണ്ട് 121 സങ്കീർത്തനം അവർ ശക്തമായിട്ട് ആലപിക്കുന്ന കണ്ടപ്പോൾ കോരിത്തരിച്ചു പോയില്ലേ? സൈന്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താ? സങ്കീർത്തനം 121, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിസ്സഹായാവസ്ഥയിൽ നിലവിളിക്കുക, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇവരുടെ മനോഭാവത്തിൻ്റെ ആന്തരികമായ കരുത്തിൻ്റെ രഹസ്യം അവിടെ വെളിപ്പെടുന്നില്ലേ സഹോദരങ്ങളെ? കാര്യം ഓൾഡ് ടെസ്റ്റ്മെൻ്റ് തലത്തിൽ അവർ യഹോവ ആരാധന നിൽക്കുന്നതെങ്കിലും ദേവീ വെളിപാടിൻ്റെ ഭാഗം തന്നെയല്ലേ? നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങിയില്ല. യഹോവയെ കുറിച്ചാണ് പറയുന്നത്, ഉറക്കം തൂങ്ങിയില്ല, നീ ഒന്നും പേടിക്കേണ്ടെന്നും. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നോക്കി, ആ സങ്കേതം നമുക്ക് കാണാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇസ്രായേലിൻ്റെ ശക്തി എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ സൈന്യങ്ങൾ ഒന്നു ചേർന്ന് ഒറ്റക്കെട്ട എന്ന് ഉറക്ക ഹെബ്രായ ഭാഷയിൽ ഈ സങ്കീർത്തനം ചൊല്ലുന്ന കേട്ടപ്പോൾ വാസ്തവത്തിൽ കോരിത്തരിച്ചു പോയി. ആത്മവീര്യം എവിടെ നിന്നാണ് വരുന്നത്? കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. അതുകൊണ്ട് ആരും നിന്റെ വലത്തുഭാഗത്ത് കർത്താവ് തന്നെ ഉണ്ട്, നീ ഒന്നും പേടിക്കേണ്ട. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകലതിന്മേലും നിന്റെ കർത്താവ് നിന്നെ കാത്തുകൊള്ളും, സകല തിന്മയ്ക്കും എതിരെ അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. 121 സങ്കീർത്തനമാണ് ഈ പറയുന്നത്. ഇതാ ഒന്നേറും ചൊല്ലിയത് ഈ കഴിഞ്ഞ ദിനങ്ങളിൽ. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ അന്ന് നന്നായിട്ട് നിയന്ത്രിക്കും, അതുകൊണ്ട് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമെന്ന് പറയുന്ന സംഖ്യ. അപ്പം പറഞ്ഞതുപോലെയാണ് ഇവർക്ക് ഈ ശക്തി കടന്നു വന്നത് എവിടെ നിന്ന് എന്ന് നോക്കുമ്പോൾ, തളർന്ന ഭീരുവായ യാക്കോബിന് ദൈവം ശക്തി പകർന്നു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആ രക്ഷാകര പദ്ധതിയിൽ തളർന്നു പോകുന്ന ദൈവം തിരഞ്ഞെടുപ്പെട്ട വ്യക്തികൾക്കും സമൂഹങ്ങൾക്കാണെങ്കിലും ശരി ശക്തി പകർന്നു കൊടുക്കണം. ഏലിയ പ്രവാചകൻ കാര്യം ഉടനെ പറഞ്ഞില്ലേ, അദ്ദേഹം വീണ്ടും ശക്തി ആർജിക്കും. ചിന്തിക്കാൻ പറ്റുന്നതാണ്. അത്ര ശക്തനായ പ്രവാചകന് തളർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇദ്ദേഹം കണ്ടാണ് ഗോവണി. അപ്പോൾ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ രമ്യപ്പെടുത്തുന്ന രക്ഷാകരപത്ര പ്രതീകമാണ് അത്. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കാൻ ആകാശത്തിൽ നിന്ന് അത് ചെന്ന് ആകാശത്തിൽ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് രമ്യപ്പെടുത്തും. ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യതയുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും എന്ന് പറഞ്ഞാൽ സന്ദേശവാഹകരാണ്. അപ്പോൾ ദൈവഹിതം ഇങ്ങോട്ട് വെളിപ്പെടുന്നതാണ്, ദൈവദൂതന്മാർ അങ്ങോട്ട് മനുഷ്യൻ്റെ ഹൃദയാഭിലാഷം അവതരിപ്പിക്കുന്ന അതിന് മറുപടി ദൈവദൂതന്മാരതിന് ഒരു പ്രതീകമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ യാക്കോബിൻ്റെ സന്തതി പരമ്പുകളിൽ ഒരാളായ കർത്താവ് ഈശോ മിശിഹായിലാണ് ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കതറിയാം. രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് ഈശോ മിശിഹായിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സപ്പൊട്ടോമിയ കാലഘട്ടത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സിഗറത്ത് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഗോപുരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിന് ഈ ഗോമണികളൊക്കെ എടുത്ത് പറയുന്നു. അവിടെ അവരാരാധിക്കുന്ന ദൈവമല്ല, വെളിപാടിന് ദൈവമാണ് യഥാർത്ഥ ദൈവം അവതരിപ്പിക്കുക. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്, അവിടെ സ്വർഗം തുറക്കപ്പെട്ടു. ഏശയ്യാ പ്രവാചകൻ കണ്ടതുപോലെ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രാഞ്ചലം ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. വസ്ത്രം എന്ന് പറയുന്ന വേദപുസ്തകത്തിന് മഹത്വത്തിൻ്റെ അടയാളം, ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ എന്നിട്ടെന്നാ നിനക്ക് വാഗ്ദാനം നൽകിയത് ദേശവും സന്തതികളും, നിനക്ക് ഒരു വലിയ ദേശം തരും, അതുപോലെ എണ്ണമറ്റ സന്തതികളും തരും. നിന്നിലൂടെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതാണ് സാർവത്രിക രക്ഷ. ഗോത്രം മനുഷ്യമക്കൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അത് നിനക്ക് പ്രത്യേക സംരക്ഷണം നൽകുകയും ചെയ്യും. നീ ഒളിച്ചോടുകയാണ്, നീ പേടിക്കേണ്ട. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്കും വ്യക്തിപരമായി പറയാം. കുറ്റബോധത്തിലും ഭീതിയിലും ഒക്കെ നമ്മുടെ മനസ്സ് തളർന്നു പോയെങ്കിൽ സഹോദര, നീ ഭയപ്പെടേണ്ട, നീ വെറുതെ ആത്മഹത്യയിലേക്കും തിരിയേണ്ട. നീ അല്പനേരത്തിലേക്ക് കർത്താവിലേക്ക് തിരിഞ്ഞ യാക്കോബിൻ്റെയും അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, നിന്നെ ധൈര്യപ്പെടുത്തും. അവരുടെ മനസ്സ് തളരുമ്പോൾ അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. വിശ്വസിക്കണം.
ഏതെല്ലാം തരത്തിലുള്ള കഷ്ടതകളുടെ മനുഷ്യൻ കടന്നു പോകുന്ന ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മാനസിക പ്രശ്നങ്ങളിൽ, സമൂഹങ്ങളെ ഒറ്റപ്പെടലുകളെ, ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ഒരുവർക്ക് അധികാരിയുടെ പീഡനങ്ങളുടെ ഒക്കെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം തിരിയേണ്ടത് അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവത്വത്തിലേക്കാണ്.